കിറ്റും ക്ഷേമ പെൻഷനും അടക്കം വാഗ്ദാനം ചെയ്താണ് ഇടതു സർക്കാർ വീണ്ടും അധികാരത്തിൽ വന്നത്. എന്നാൽ ഈ സർക്കാർ അധികാരമേറ്റ ശേഷം സാധാരണക്കാരും കർഷകരും മുഴുപട്ടിണിയിലാണ്. പെൻഷൻ കിട്ടാൻ പിച്ച ചട്ടിയെടുത്ത് സമരം ചെയ്ത വയോജനങ്ങൾ വരെയുണ്ട് ഈ നാട്ടിൽ. കോഴിക്കോട് നിന്ന് കരളലിയിപ്പിക്കുന്ന ഒരു വാർത്തയാണ് പുറത്തുവരുന്നത്. വികലാംഗ പെൻഷൻ 5 മാസമായി മുടങ്ങിയതിനെ തുടർന്ന് ഭിന്നശേഷിക്കാരനായ വയോധികൻ ആത്മഹത്യ ചെയ്തു. പഞ്ചായത്ത് സെക്രട്ടറിക്ക് കത്തു നൽകിയ ശേഷമാണ് കോഴിക്കോട് ചക്കിട്ടപ്പാറ സ്വദേശി വളയത്ത് ജോസഫ് തൂങ്ങി മരിച്ചത്. പതിനഞ്ച് ദിവസത്തിനകം പെൻഷൻ ലഭിച്ചില്ലെങ്കിൽ ജീവനൊടുക്കുമെന്ന് കാണിച്ച് കഴിഞ്ഞ നവംബർ 9 ജോസഫ് പഞ്ചായത്ത് സെക്രട്ടറിക്ക് കത്ത് നൽകിയിരുന്നു. വടി കുത്തിപ്പിടിച്ച് സർക്കാർ ഓഫീസ് കയറിറങ്ങി മടുത്തെന്നും ജീവിക്കാൻ കടം വാങ്ങിക്കൊണ്ടിരിക്കുകയാണെന്നും കത്തിൽ പറഞ്ഞിരുന്നു. പെരുവണ്ണാമൊഴി പോലീസിനും കത്ത് കൈമാറി. കോഴിക്കോട് ജില്ലാ കളക്ടർക്കും കത്ത് നൽകാനിരിക്കുകയായിരുന്നു. ഇതിനിടയിലാണ് വീടിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ ജോസഫിനെ കണ്ടെത്തിയത്. കിടപ്പ് രോഗിയായ 47കാരിയായ മകൾക്കും ജോസഫിനും പെൻഷൻ തുക മാത്രമായിരുന്നു ഏക ആശ്രയം. ഇത് ലഭിക്കാതെ വന്നതോടെ കടുത്ത മാനസിക സംഘർഷത്തിലായിരുന്നു ജോസഫ്. പെൻഷന് വേണ്ടിയിട്ടാണ് ചെയ്തതെന്നാണ് ഞങ്ങളോടൊക്കെ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പത്രത്തിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ എന്നാന്ന് വെച്ചാൽ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് പോരാടിയ ഒരു മനുഷ്യനാണ്. ഒറ്റയാൾ പട്ടാളം എന്ന് പറയാം ശരിക്കും. അതുപോലെ ജനങ്ങൾക്ക് വേണ്ടി, നിയമത്തിന് വേണ്ടിയിട്ടേ പോരാടിയിട്ടുള്ളൂ. പക്ഷേ ആ പോരാട്ടം നടക്കാതെ വന്നപ്പോൾ ചെയ്തതായിരിക്കാം എന്നാൽ ഇപ്പം ഞങ്ങൾക്ക് മക്കൾക്ക് പറയാനുള്ളൂ. എന്നുവെച്ചാൽ പെൻഷൻ കിട്ടിയിട്ടില്ല, ഇന്നത്തെ സമയത്ത് ആദായത്തിനൊന്നും വിലയില്ല. പിന്നെ അങ്ങനെ ഒറ്റയ്ക്ക് താമസിക്കുന്ന ആളാണ്. 3 പെൺമക്കളാണ്. ഒരാൾ മന്ദബുദ്ധി വികലാംഗ, ഒരാളുടെ ആശ്രയം ഇല്ലാതെ ജീവിക്കാൻ പറ്റത്തില്ല. ആത്മഹത്യയുടെ കാരണം പെൻഷൻ കിട്ടാത്തതാണെന്ന് പറയാനാകില്ല എന്ന നിലപാടിലാണ് പഞ്ചായത്തിലെ അതിദരിദ്രരുടെ പട്ടികയിൽപ്പെട്ട ജോസഫിന് ഭക്ഷ്യസാധനങ്ങൾ സൗജന്യമായി ലഭിക്കും. തൊഴിലുറപ്പ് പദ്ധതിയിൽ 99 തൊഴിൽ ദിനമുള്ള ആളാണ് അദ്ദേഹം. 77 തൊഴിൽ ദിനങ്ങളുടെ കൂലി ജോസഫിന് ലഭിച്ചിട്ടുണ്ട്. ജോസഫിന്റെ ഭിന്നശേഷിക്കാരിയായ മകൾ 1 വർഷമായി ആശ്വാസ കേന്ദ്രത്തിലാണ് താമസമെന്നും ചക്കിട്ടപ്പാറ പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു. 1600 ഇദ്ദേഹത്തിന്റെ പെൻഷനുണ്ട്, 1600 മകളുടെ പെൻഷനുണ്ട്. ഈ 2 പെൻഷനും ഇദ്ദേഹമാണ് കൈപ്പറ്റുന്നത് ആഗസ്റ്റ് മാസം വരെ. അപ്പോൾ ഞങ്ങൾ അദ്ദേഹത്തെ കണ്ടു സംസാരിച്ചു. അദ്ദേഹത്തിന് ഉപജീവന പദ്ധതി എന്ന് പറഞ്ഞാൽ പെൻഷൻ മാത്രമല്ല, അദ്ദേഹം ഭിന്നശേഷിക്കാരനാണെങ്കിലും അദ്ദേഹത്തിന്റെ സ്ഥലത്ത് തന്നെ ജോലി കൊടുത്ത് അദ്ദേഹം 99 പണി കഴിഞ്ഞ ജനുവരി മാസം 15 വരെ എടുത്തു. ഈ ജനുവരി മാസം 3-ാം തീയതി അദ്ദേഹത്തിന്റെ അക്കൗണ്ടിൽ നിന്ന് 5500 രൂപ പിൻവലിക്കുകയായിരുന്നു അദ്ദേഹത്തിന്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട്. ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി ജോസഫിന്റെ മൃതദേഹം കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. ന്യൂസ് 18 കോഴിക്കോട്.